Alhamdulillah. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന, പ്രാർത്ഥനകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുമല്ലാത്തവരുമായ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമുക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിനപ്പുറം ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും വിജയവും സമാധാനവും നേടിയെടുക്കണമെങ്കിൽ നന്മകൾ അനിവാര്യമായും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നത് നമ്മളൊക്കെ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ നമുക്കറിയാം, യത്ബഉൽ മയ്യിത്ത് സലാസത്തുൻ, 3 കാര്യങ്ങളാണ് മയ്യത്തിന്റെ കൂടെ പോവുക എന്നും, ഫയർജിഉ ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദുൻ, ആരെ കൂടെ പോയ 3 കാര്യങ്ങളിൽ 2 തിരിച്ചു പോരും,
ഒന്നവന്റെ കൂടെ ബാക്കിയാകുമെന്നും യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, ആ കൂടെ പോകുന്ന 3 കാര്യങ്ങൾ അവന്റെ കുടുംബവും സമ്പത്തും അവന്റെ പ്രവർത്തനങ്ങളുമാണ്. ഫയർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു, അവന്റെ കുടുംബവും സമ്പത്തും തിരികെ പോരും. വയബ്ഖാ അമലുഹു, അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാകും. ഈ ഹദീസ് നമ്മളൊക്കെ പലതവണ കേട്ടതും നമുക്ക് മഹാഭൂരിപക്ഷം ആളുകൾക്ക് മനഃപ്പാടമുള്ളതാണ്. വയബ്ഖാ അമലുഹു, മരണം കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന നിമിഷം മുതൽ ബാക്കിയാകുന്നത് ചെയ്തു വെച്ച നന്മകളും സൽപ്രവർത്തനങ്ങളും മാത്രമാണ് എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ, ഫഅമ്മാ മൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഐശത്തിൻ റാളിയ, ആരുടെ നന്മയുടെ തുലാസാണോ കനം കൂടുന്നത് അവനാണ് സംതൃപ്തകരമായ സന്തോഷകരമായ ജീവിതമുള്ളത്. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ നന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയോ അവന് ഹാവിയ എന്ന നരകമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസും വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഖാരിയയുടെ ഈ വചനങ്ങളും നമ്മിൽ എല്ലാവർക്കും അറിയുന്ന, പലതവണ നമ്മൾ കേട്ട് പരിചയമുള്ള ആയത്തുകളും ഹദീസുകളുമാണ്. പക്ഷെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ നന്മ മാത്രം കൂട്ടിനെത്തുന്ന, നന്മയല്ലാതെ ഒന്നും നമ്മെ സഹായിക്കാനില്ലാത്ത തിന്മയാണെങ്കിൽ അതിന്റെ കുറ്റവും ശിക്ഷയുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന്റെ നിമിഷങ്ങൾ, അവിടേക്ക് നന്മ ചെയ്തു വെക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തന്നെ നന്മയുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ആളുകളെ, വിവിധ തരക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഖുതുബ അവസാനിക്കുമ്പോ ഈ പറയപ്പെട്ട വിവിധ തരക്കാരിൽ എവിടെയാണ് റബ്ബേ എന്റെ സ്ഥാനമുള്ളത് എന്ന ആത്മപരിശോധനക്ക് നമ്മൾ എല്ലാവരും തയ്യാറാകണം. അതിലൊന്ന് സത്യസന്ധമായി നന്മ ചെയ്യുന്ന ആളുകളാണ്. യഥാർത്ഥമായ രൂപത്തിൽ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി, നന്മക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവർ. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയാൻ അല്ലാഹു അവിടെ പറഞ്ഞത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, വമിനന്നാസി മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മയ്യശ്രീ നഫ്സഹു, അവനവന്റെ സ്വന്തം ജീവിതത്തെ തന്നെ വിറ്റവനാണ്, കച്ചവടം നടത്തിയവനാണ്, ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ, പടച്ചവന് ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന, പരലോകത്ത് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ജീവിതത്തെ തന്നെ കച്ചവടം നടത്തിയ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സ്വന്തത്തെ പടച്ചവനാണ് കൊടുത്തിട്ട് പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നവർ. അള്ളാഹു അവരിലൊരു ഇടം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അറാബിയായ ഒരു മനുഷ്യൻ വിശ്വാസിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്നതും അദ്ദേഹം യുദ്ധത്തിന് പോയതുമായ ചരിത്രം പല ആവർത്തി ഈ മിമ്പറിൽ നിന്നു തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെട്ട് യുദ്ധത്തിന്റെ ഒരു സന്ദർഭം അവസാനിച്ച് ആ യുദ്ധത്തിൽ നിന്ന് ശേഖരിച്ച ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും എന്ന പോലെ ഒരു ഓഹരി ഇദ്ദേഹത്തിനും കൊടുത്തു. ഇദ്ദേഹം ആ സമയത്ത് ഇസ്ലാമിക സൈന്യത്തിന്റെ, സ്വഹാബത്തിന്റെ നാൽക്കാലികളെ, വാഹനമൃഗങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കാൻ ഒരു സ്വഹാബി ഇദ്ദേഹത്തിന് ആ വിഹിതം കൊണ്ടുപോയി കൊടുക്കാൻ. ആ സമയത്ത് അദ്ദേഹം ചോദിക്കാണ്, ഇതെന്താണ്? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, ഇത് ഗനീമത്ത് സ്വത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് തന്ന ഒരു ഓഹരിയാണ്. അത് വാങ്ങിയിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, പ്രവാചകരെ ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഞാൻ താങ്കൾക്ക് വീതിച്ചു തന്നൊരു വിഹിതമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇങ്ങനെയൊന്ന് ആഗ്രഹിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ടില്ല. കഴുത്തിന്റെ നേർത്ത ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ പരിശ്രമിച്ച്
ശത്രുവിന്റെ അമ്പ് ഇവിടെ ഏറ്റ് നാളെ പരലോകത്ത് ഷഹീദായി കടന്നു വന്ന് എനിക്ക് സ്വർഗം കിട്ടണം. അതേ റസൂലെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കത് സത്യപ്പെടുത്തി തരട്ടെ. അടുത്തൊരു ഘട്ടത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സ്വഹാബത്തിനോട്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ? സ്വഹാബത്ത് പറയാണ്, ഈ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടു. ഇദ്ദേഹത്തെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ആ ഹുവ ഇത് അയാളല്ലേ, നമ്മളോട് സംസാരിച്ച മനുഷ്യനല്ലേ? സ്വഹാബിമാര് പറയാണ്, എവിടെ അമ്പേൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ അവിടെ അമ്പേറ്റ നിലയിൽ അദ്ദേഹം കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജുബ്ബയഴിച്ച് അദ്ദേഹത്തിന് കഫം പുടവയൊരുക്കി. എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക്. അല്ലാഹുവേ, ഇത് നിന്റെ അടിമയാണ്, നിന്റെ ദീനിനു വേണ്ടി നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് റബ്ബേ. ഫഖുതില ഷഹീദ, ഈ മനുഷ്യൻ നിന്റെ മാർഗത്തിൽ ഷഹീദായവനാണ് റബ്ബേ. അന ഷഹീദുൻ അലാ ദാലിക്, ഞാൻ അതിന് സാക്ഷിയാണ് റബ്ബേ. നോക്കൂ നിങ്ങൾ, കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മനുഷ്യൻ നിന്റെ മാർഗത്തിൽ ഷഹീദാണെന്നതിന് റബ്ബേ ഞാൻ സാക്ഷിയാണ്. അനിവാര്യമായും തനിക്ക് പൂർണ്ണമായും അർഹമായ അവസ്ഥയിൽ മുന്നിൽ കിട്ടിയ ഒരു വിഭവം കണ്ടപ്പോൾ പോലും ഇതല്ല എന്റെ ലക്ഷ്യം, ഞാൻ പണിയെടുക്കുന്നത് പരലോകത്തിനാണ് എന്ന് പറഞ്ഞ മുൻഗാമികൾ, അവരിൽ നമുക്കൊരിടമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തെ വിഭാഗം, പ്രിയപ്പെട്ടവരെ, നന്മയാണ് എന്ന് കരുതി നന്മയല്ലാത്ത പലതും ചെയ്തു വെക്കുന്നവർ. വിശുദ്ധ ഖുർആനിൽ ഇന്നു നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. കർമ്മങ്ങളിൽ നഷ്ടം പറ്റിയ ആളുകൾ ആരാണെന്ന് അറിയിച്ചു തരട്ടെയോ? അവരുടെ പ്രത്യേകത, ദുനിയാവിൽ പല പരിശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. വഹും യഹ്സബൂൻ അന്നഹും യുഹ്സിനൂന സുൻആ. ഈ ചെയ്യണതൊക്കെ നല്ല പണിയാണ് എന്ന് കരുതിയിട്ടാണ് അവർ ചെയ്തത്. നല്ലതല്ലേ എന്ന് കരുതി പലതും ചെയ്തു വെക്കുന്നവർ. സഹോദരങ്ങളെ, എത്ര ആത്മാർത്ഥമായിട്ടാണ് പരലോകം കിട്ടുമെന്ന് വിചാരിച്ച് പലരും ബിദ്അത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃകയുമില്ലാത്ത ബിദ്അത്തായ കാര്യങ്ങൾ. നമ്മൾ റജബ് മാസത്തിലാണ് കഴിഞ്ഞ ഖുതുബയിലൊക്കെ പറഞ്ഞതുപോലെ എന്തെല്ലാം അനാചാരങ്ങളാണ് വലിയ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച ആളുകൾ ഈ മാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ നിസ്കാരവും നോമ്പും ദിക്റുകളും ഒക്കെയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാതൃകയും കാണിച്ചു തന്നിട്ടില്ലാത്ത പണി ചെയ്ത് നന്മയാണെന്ന് വിചാരിച്ച് കുറ്റം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ. മൂന്നാമത്തെ വിഭാഗം, നന്മക്ക് അവസരം കിട്ടിയ നന്മയും തിന്മക്ക് അവസരം കിട്ടിയ തിന്മയും ചെയ്യുന്നവർ, കാപട്യം കൊണ്ട് നടക്കുന്നവർ. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല അഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാം. അന്ത്യനാളിൽ വരുന്ന ഒരു സംഘം ആളുകളെ എനിക്കറിയാം. എങ്ങനെയാണ് അവർ വരിക? ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ ബീദ. വെളുത്തു കാണുന്ന തിഹാമ പർവ്വതത്തിന്റെ അത്രയും നന്മകളുമായി പരലോകത്ത് കടന്നു വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ എനിക്കറിയാം. ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. ആ പർവ്വത സമാനമായി അവർ കൊണ്ടുവന്ന നന്മകളെ പടച്ചോൻ പൊടിച്ചു കളയും. ഒരു ദ്വാരത്തിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോ കാണുന്ന പൊടിപടലങ്ങളില്ലേ, ഒരു പർവ്വതത്തോളം പോന്ന കർമ്മങ്ങളെ പടച്ച റബ്ബ് പൊടിച്ചാ രൂപത്തിൽ പാറ്റിക്കളയും. സൗബാൻ റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിന്റെ റസൂലേ, ആ അധഭാഗ്യരാരാണ്, ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ, അറിയാതെയെങ്കിലും ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും. അവർ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. സ്വഹാബത്തെ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് പോലെ അവരും രാത്രി നിസ്കരിക്കും. സ്വഹാബത്തിന്റെ രാത്രി നിസ്കാരമൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളെപ്പോലെ അവരും രാത്രി നിസ്കരിക്കും. വലാകിന്നഹും മഖ്വാമുൻ. പക്ഷെ അവർ ഒരു വിഭാഗം ആളുകളാണ്. ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹകുഹാ. തെറ്റു ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ആ തെറ്റിൽ അങ്ങ് ചേർന്നു കൊടുക്കും. ഇവിടുന്ന് യാത്ര പോകുക, ടൂറ് പോകുക,
ആ ടൂർ പോകുന്ന സമയത്തും പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിച്ച് അദ്കാർ സ്വഭാവം ചൊല്ലിയിട്ട് ഖുർആൻ ഓതിയിട്ട് വണ്ടി കയറിയതായിരിക്കും. മറ്റൊരിടത്തെത്തി, ആരും കാണാനല്ല, ആരും അറിയല്ല. അവിടെ അങ്ങാടിയിലൂടെ പോകുന്ന മാന്യമായി വസ്ത്രം ധരിക്കാത്തൊരു പെണ്ണിനെ നോക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആ അവസരത്തെയും അവൻ ഉപയോഗിക്കും. സുബഹി നിസ്കാരമെന്ന നന്മക്കുള്ള അവസരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ അനർഹമായ ഒരു പെണ്ണിന്റെ ശരീരത്തെ ആസ്വദിക്കുക എന്ന തിന്മക്കു കിട്ടിയ അവസരത്തെയും അതുപോലെ അവൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഫോൺ എടുത്ത് ഖുർആൻ ഓതി തീർന്ന ആയത്തിൽ അടയാളം വെച്ച് അതേ ഫോണിൽ തന്നെ വൈകുന്നേരം അവൻ അനാവശ്യങ്ങൾ കാണുന്നുണ്ടാകും. ഒരുപോലെ നന്മയും തിന്മയും മാറി മാറി കൊണ്ടു നടക്കുന്ന കപടന്മാർ, അവരുടെ നന്മ പരലോകത്ത് ഉപകാരപ്പെടൂല. നാലാമത്തൊരു വിഭാഗം, ആഗ്രഹമുണ്ട് നന്മ ചെയ്യണം, പക്ഷെ പടച്ചോന്റെ തൗഫീഖ് കിട്ടണില്ല. നല്ല ആഗ്രഹമുണ്ട്. ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തെ ഉപദേശിക്കുമ്പോൾ പറഞ്ഞ വാക്ക്, ഒരുപാട് അദ്ദേഹം ചെയ്യുന്ന നന്മകൾ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചത് എങ്ങനെയാ? വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പടച്ചോന്റെ തൗഫീഖാണ് എനിക്ക് കിട്ടുന്നത് എന്ന്. അള്ളാന്റെ തൗഫീഖ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, ഒരടിമക്കല്ല നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അവനെ അള്ളാഹു ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തുന്നാണ്. ഫഖീല കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതെങ്ങനെയായിരിക്കും? സ്വഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കണീന് മുമ്പ് സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ പടച്ചവൻ അവന് തൗഫീഖ് കൊടുക്കും. സഹോദരങ്ങളെ, നന്മ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് എവിടെങ്കിലും തൗഫീഖ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിസ്കരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം വെള്ളിയാഴ്ചയിലെ സുബഹ് ജമാഅത്തായി നിസ്കരിക്കലാണ്. ഇന്ന് എത്ര ആൾക്ക് തൗഫീഖ് കിട്ടി? നന്മ ചെയ്യാൻ എത്ര തൗഫീഖ് കിട്ടുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഏറ്റവും വൈകി സുബഹ് നിസ്കരിക്കുന്ന ഒരു സമയത്തപ്പുള്ളത്, രാത്രി എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാൻ സമയം കിട്ടുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല. ഇന്ന് നമ്മുടെ പള്ളിയിൽ 3.5 സ്വഫ് ആളാണ് സുബഹ് നിസ്കാരത്തിനുള്ളത്. നമുക്കൊരു തൗഫീഖ് നഷ്ടപ്പെടുന്നുണ്ടോ? ഒരു മാസത്തിലധികമായി അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സംഭാവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. സഹോദരങ്ങൾ, ഈ പണി പൂർത്തിയാകുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ഏകദേശം ഒരു 25ഓളം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായിച്ചു. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്ക് ഇനിയും ഈ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഈമാനും മനസ്സും സാമ്പത്തികാവസ്ഥയും അള്ളാഹു അവർക്ക് ഏറ്റി നൽകുമാറാകട്ടെ. പക്ഷേ നമ്മൾ എത്ര ആൾ ഓഹരി കൊടുക്കാൻ നമുക്ക് പറ്റി? എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിലൊന്നും അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കൊടുത്തിട്ടില്ലേ? അത്ര അത്യാവശ്യമില്ലാത്ത ഒരു രാത്രിയെങ്കിലും പോയി കുറച്ച് നല്ല പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഈ ഒരു മാസത്തിന്റെ ഇടയിൽ ഒരു 1500 റുപ്യക്ക് ഈ മാസത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ നല്ല വിഭവം ഉണ്ടായിട്ടുമെങ്കിൽ 1000 പള്ളിക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് പടച്ചോ നമുക്ക് തൗഫീഖ് തരാഞ്ഞിട്ടാണ്. ആ തൗഫീഖ് തരാതിരിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞത്, തിന്മകൾ ഒരാളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നന്മക്കുള്ള തൗഫീഖ് ഉണ്ടാകൂലാന്ന്. അവര് ചെയ്തു വെച്ച കാരണം അവരുടെ ഹൃദയത്തിൽ കറപറ്റിയിട്ടുണ്ട്. തിന്മയുടെ കറപറ്റിയ മനസ്സ് നന്മ ചിന്തിക്കൂല. അതുകൊണ്ട് നമ്മൾ ഈ പുറത്ത് കാണുന്നതൊന്നുമല്ലാത്ത എന്തോ ഒന്ന് നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നന്മക്കുള്ള തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 5-മത്തൊരു വിഭാഗം, ജീവിതത്തിൽ നന്മയെക്കുറിച്ച് ചിന്ത തന്നെ ഇല്ലാതെ തിന്മയാൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലാ മൻ കസബ സയ്യിഅതൻ വഹാതത് ബിഹി ഖതീഅ. ചില ആളുകൾ അവരുടെ ജീവിതം മുഴുവൻ അവർ ചെയ്ത തിന്മകൾ വലയം ചെയ്ത് നിൽക്കാൻ. ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അവർ നരകാവകാശികളാണ്, അതിൽ സ്ഥിരം കിടക്കുന്ന ആളുകളാണ്. തിന്മ കൊണ്ടാണ് വലയം ചെയ്തിട്ട് ഒരു നന്മൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ ജീവിതം മുഴുവൻ തിന്മയിലൂടെ തന്നെ കൊണ്ടുപോകുന്നവർ.
സഹോദരങ്ങളെ, ഈ 5 വിഭാഗത്തിൽ എന്റെയും നിങ്ങളുടെയും ഇടം എവിടെയാണ്? ഈ അവസാനം പറഞ്ഞതിൽ നമ്മൾ ആരും ഉണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ നമ്മൾ എത്തിയത്. ആദ്യം പറഞ്ഞ വിഭാഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതല്ല, നമ്മളുടെ ഉള്ളിലൊരു കാപട്യമുണ്ടോ? നമ്മൾ ചെയ്തു വെച്ച തിന്മകൾ, നന്മകൾക്കുള്ള അവസരങ്ങൾക്ക് തൗഫീഖ് കിട്ടാതെ അടഞ്ഞു പോകുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. 5 മിനിറ്റ് നേരത്തെ കടയുടെ ഷട്ടർ താഴ്ത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ ജുമുഅയുടെ മുഴുവൻ കൂലിയും കിട്ടുമായിരുന്നു. എത്ര ആൾക്കാർ തൗഫീഖ് ഉണ്ടായത്? എന്നാൽ അതേ സമയത്ത് വേറെന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഷട്ടർ താഴ്ത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിന് വേദന ഉണ്ടോ? അങ്ങാടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഒരു 5 മിനിറ്റ് മുമ്പ് ഇനി ഒന്ന് സൈഡാക്കുക, ഇനി ട്രിപ്പ് എടുക്കണില്ല എന്ന് വിചാരിച്ചാൽ ഈ ഇരിക്കുന്ന എത്ര ആൾക്ക് ഇന്നത്തെ ജുമുഅയുടെ മുഴുവൻ കൂലി കിട്ടുമായിരുന്നു? സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിച്ചിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ വഴികൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പടച്ചോന് ഇഷ്ടമില്ലാത്ത എന്തോ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. എന്നിട്ട് ജീവിതം മുഴുവൻ അള്ളാഹ്ക്ക് കൊടുത്ത ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവരോളം എത്താനാകില്ലെങ്കിലും ഉൾപ്പെടുത്താനുള്ള പ്രാർത്ഥനയും പരിശ്രമവും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വളരെ സുപ്രധാനമായൊരു പ്രാർത്ഥന, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ തന്റെ ജീവിതം ഓരോ പ്രഭാതവും തുടങ്ങിയത് ഈ പ്രാർത്ഥന കൊണ്ടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പടച്ചോനെ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ഞാൻ ചോദിക്കുന്നു. വരിസ്ഖൻ ത്വയ്യിബ, ഏറ്റവും വിശിഷ്ടമായ ഹലാലായ നല്ല ഉപജീവനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യപ്രദമായ കർമ്മങ്ങൾ ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് റബ്ബേ നിനക്കിഷ്ടപ്പെടുന്ന രൂപത്തിൽ സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ റബ്ബേ നീ എന്നെ ഉൾപ്പെടുത്തണേ, അതിനുള്ള തൗഫീഖ് തരണേ എന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ ചോദിച്ചല്ലോ. ഒന്ന്, ഉപജീവനം നന്നാകണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കൂല. രണ്ടാമത്തത്, സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങൾ ഉണ്ടാകണം. പക്ഷെ ഈ 2 സുപ്രധാന വിഷയം ചോദിക്കുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതും ചോദിക്കാൻ പറഞ്ഞതും ഉപകാരപ്രദമായ അറിവ് തരണേ എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു? പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒരാൾക്ക് ഉപകാരപ്രദമായ അറിവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന പണി അള്ളാഹ് സ്വീകരിക്കണതാണോ അല്ലേന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിക്കുന്ന കൊണ്ടു നടക്കുന്ന ഉപജീവനവും ഉപജീവനത്തിന്റെ മാർഗവും ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കാൻ ഉപകാരപ്രദമായ അറിവുണ്ടാകണം. അതുകൊണ്ട് അറിവിനെ കുറിച്ച് അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത് ഞാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവ് നേടാൻ കിട്ടുന്ന എല്ലാ അവസരത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു മുഴുവൻ ദിവസത്തെ ക്യാമ്പ്, അൽവാൻ എന്ന പേരിൽ ഒരു വിന്റർ ക്യാമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. സർ സയ്യിദ് സ്കൂളിൽ നടക്കുന്ന ആ ക്യാമ്പിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിക്കണം. പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നമ്മളൊന്നും വിചാരിക്കുന്നിടത്തല്ല നമ്മുടെ കുട്ടികളുള്ളത്. നമുക്കൊരിക്കലും നിയന്ത്രണമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന മക്കളെ നമ്മളല്ല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ദീന് കയറി വരാൻ, അവരെവിടെയാണെങ്കിലും പടച്ചോനെ കുറിച്ച് ചിന്തിക്കാനും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ പരലോകം ഭദ്രമാക്കാനും കഴിയുന്ന നല്ല മക്കളാക്കാൻ ഇൻഷാ അല്ലാഹ് നാളെ സർ സയ്യിദിൽ നടക്കുന്ന ആ ക്യാമ്പിൽ നമ്മുടെ കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പിക്കണം. രണ്ടാമത്തത് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച നമ്മുടെ വിജ്ഞാനവേദി നടക്കുന്നുണ്ട്. ആ വിജ്ഞാനവേദിയിലും ബഹുമാന്യനായ ഹാരിസ് കായക്കൊടിയാണ്, മദ്രസയിൽ വെച്ചാണ് വൈകുന്നേരം നടക്കുന്നത്. അദ്ദേഹം ഒരു പ്രഭാഷണ പരമ്പരയുടെ തുടർ പഠന പരമ്പരയുടെ 2ാമത്തെ ക്ലാസ്സാണ്. അതിൽ നമ്മൾ ഓരോരുത്തരും കുടുംബസമേതം പങ്കെടുക്കുക. നമ്മുടെ ചെറിയ മക്കൾക്ക് അവിടെ പ്രത്യേകമായൊരു സെഷൻ ഉണ്ട്. അപ്പൊ ഇത്തരം അറിവ് നേടുന്ന വഴികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മൾക്ക് സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
നമ്മുടെ പള്ളിയുടെ കളക്ഷന്റെ കാര്യത്തിൽ ഇതുവരെ അതിൽ കൊടുക്കാത്ത ഒരു വിഹിതം കൊടുക്കാത്ത ആളുകൾ വേഗത്തിൽ അത് കൊടുത്തു തീർക്കണം. റമദാൻ അടുത്തെത്തി നിൽക്കുകയാണ്. അതിനു മുൻപ് പൂർണ്ണമായും ആ പണി നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഭംഗിയായി പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നാദ്യമായൊക്കെ ഈ പള്ളിയിലെത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് നിസ്കരിക്കാൻ കൂടി സൗകര്യമുള്ള ഒരു വിശാലമായ സൗകര്യം നമ്മൾ ഒരുക്കുകയാണ്. നമ്മുടെ ഓഹരി അതിൽ ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓഫർ ചെയ്ത ആളുകൾ സമയബന്ധിതമായി അത് കൊടുക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. വലിയ ശാരീരിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഖതീബുമാര് വരെ ആയിട്ടുള്ള ആളുകൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു പിതാവിന്റെ 4 മക്കൾ മരണപ്പെട്ടതിന്റെ വാർത്ത നമ്മൾ കണ്ടിരുന്നു. അത്തരം ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് തുടർച്ചയായി കുറെ അപകട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.